ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ സഹോദരിമാരെ, നമുക്കറിയാം ഒരു വാക്ക് വന്നു പോയതിന്റെ പേരില് എത്രയാ വേദനിച്ചത് നമ്മുടെ മുൻഗാമികൾ. ഒരു തമാശ വന്നു പോയതിന്റെ പേരിൽ എത്രയാ വേദനിച്ചത്. നമുക്കറിയാലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ. നമുക്കറിയില്ലേ, ഫാത്തിമയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഫാത്തിമത്ത് ഖിത്അത്തും മിൻ ഖബദി. ഫാത്തിമ എന്റെ കരളിന്റെ കഷണമാണ്, ഫാത്തിമ എന്റെ കരളിന്റെ കഷണമാണ്, ഫാത്തിമ എന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ്, ഫാത്തിമ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ്. അങ്ങനെ വിശേഷിപ്പിച്ച പ്രിയപ്പെട്ട മോള്. മുഫസ്സിറുകൾ പറയുന്നത് കേൾക്കുക. ഫാത്തിമ വരുന്നത് കണ്ടാൽ സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങൾക്ക് തോന്നും റസൂലുള്ള വരികയാണോ എന്ന്. റസൂലുള്ള തന്നെ, നബിതങ്ങൾ തന്നെ. എന്താ ആ സൗന്ദര്യം! സുബ്ഹാനല്ലാഹ്! ആ മുഖം റസൂലുള്ളാഹിന്റെ മുഖം തന്നെ, ആ പിരികം റസൂലുള്ളാഹിന്റെ പിരികം തന്നെ, ആ ചുണ്ടുകൾ റസൂലുള്ളാഹിന്റെ ചുണ്ട് തന്നെ. ഫാത്തിമ വരുന്നത് കണ്ടാൽ സ്വഹാബത്ത് എഴുന്നേറ്റ് നിൽക്കും. കാരണം നബിയാണോ വരുന്നത്, അത് ചിത്രം വരച്ചതുപോലെയുണ്ട്. സുബ്ഹാനല്ലാഹ്! അത് ചിത്രം വരച്ചതുപോലെ തന്നെ. ആ ഫാത്തിമയെ കണ്ടാൽ അങ്ങനെയാണ്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടതാ കയറി വരുന്നു. സുബ്ഹാനല്ലാഹ്! ഹദീസുകളിൽ കാണാം, ഫലമ്മാ നദർതു ഇലൈഹാ ദമഅത് ഐനാഹാ വതഗയ്യറ ലൗനുഹാ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റിട്ട് വീഴുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ശരീരം വല്ലാതെ വല്ലാത്ത മോശമായ ഒരവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്! അല്ലാഹുവിന്റെ റസൂൽ ഇത് കണ്ടിട്ട് വല്ലാതെ വേദനിച്ചു പോയി. അങ്ങനെയാ മോളെ സ്നേഹിക്കുന്നത്, അങ്ങനെയാ ഫാത്തിമയെ സ്നേഹിക്കുന്നത്. കാരണം ഫാത്തിമ നടന്നു വന്നാൽ വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട മോള് നടന്നു വരുന്നത് കണ്ടാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിച്ചെല്ലും. തന്റെ ഫാത്തിമയെ അരികത്തേക്ക് ചേർത്ത് നിർത്തും. എന്നിട്ടതാ തന്റെ കരങ്ങൾ കൊണ്ട് തലോട്. എന്നിട്ട് പൊന്നുമോളെ അരികിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ പൊന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമയെയും കൊണ്ട് വീട്ടിലേക്ക് കടന്നു വരും. അങ്ങനെയാ സ്നേഹിച്ചത് ഫാത്തിമയെ. ആ ഫാത്തിമയുടെ കണ്ണുനീര് വീഴുന്നത് പ്രവാചകന് ഇഷ്ടമല്ല. ആ ഫാത്തിമ വേദനിക്കുന്നത് പ്രവാചകന് ഇഷ്ടമല്ല. സുബ്ഹാനല്ലാഹ്! പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഫാത്തിമയോട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മാലക് യാ ബിന്ദി, എന്ത് സംഭവിച്ചു മോളെ നിനക്ക്? എന്താണ് പറ്റിയത് മോളെ? ഉപ്പ ഇത് ചോദിക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരച്ചിലായി. സങ്കടം താങ്ങാനാകുന്നില്ല. തന്റെ ഉപ്പയോട് കാര്യം അവതരിപ്പിക്കുന്നത് എങ്ങനെ? സുബ്ഹാനല്ലാഹ്! പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ ഉപ്പയുടെ ചാരത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ്, കാന ബൈനി വബൈന അലി അൽബാരിഹത മിസാ. എന്റെ ഉപ്പ, ഇന്നലെ ഞാനും എന്റെ പ്രിയതമനായ അലി തങ്ങളും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ സംസാരത്തിന്റെ മധ്യേ കളിതമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ എന്റെ വായിൽ നിന്നും അലി തങ്ങളോട് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ എന്തോ എന്റെ ഭർത്താവിന് അതൃപ്തി ഉണ്ടാകുന്ന ഒരു തമാശയുടെ വാക്ക് വന്നുപോയി നബിയേ. ഒരു തമാശയുടെ വാക്ക് വന്നുപോയി നബിയേ. വനശമിനൽ കലാമി വലവാലിയും ബികലിമത്തിൻ ഖറജതു മിൻ ഫിയാ. എനിക്ക് മനസ്സിലായി, എന്റെ ഭർത്താവ് അത്ര നേരം ചിരിച്ചുകൊണ്ട് എന്നോട് സംഭാഷണം നടത്തിക്കൊണ്ടിരുന്ന എന്റെ പ്രിയതമന്നതാ തന്റെ മുഖം വാടുന്നു, ആ പുഞ്ചിരി നിൽക്കുന്നു. പെട്ടെന്ന് എനിക്ക് വല്ലാത്ത വേദനയായി പോയി നബിയേ. കാരണം ഒരു തമാശ പറഞ്ഞതാണ് ഇന്ന് വരെ
എന്റെ പ്രിയതമനെ വേദനിപ്പിക്കുന്ന ഒന്നും എന്നിൽ നിന്നുണ്ടായിട്ടില്ലല്ലോ യാ റസൂലല്ലാഹ് യാ ഹബീബ്. അങ്ങനെ എന്റെ പ്രിയതമനോട് ഞാൻ പൊരുത്തം ചോദിച്ചു നബിയേ. എനിക്ക് വല്ലാത്ത ദുഃഖമായി വല്ലാത്ത പ്രയാസമായി എന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഞാൻ ഒരുപാട് തവണ പൊരുത്തം ചോദിച്ചു നബിയേ. നമ്മളാണെങ്കിലോ എന്തെങ്കിലും വന്നുപോയി പറയാൻ തന്നെ നമുക്ക് വലിയ മടിയാണല്ലേ, ഒന്ന് പൊരുത്തപ്പെട്ട് വരണമെന്ന് പറയാൻ നമുക്ക് വലിയ മടിയാണ്. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവർക്ക് വേണ്ടത് ആഖിറമാണല്ലോ, അവർക്ക് വേണ്ടത് സ്വർഗമാണല്ലോ, ദുനിയാവല്ലല്ലോ വലുത്, ദുനിയാവിലെ ആഡംബരങ്ങളല്ലല്ലോ വലുത്. അതുകൊണ്ട് തന്നെ തന്റെ പ്രിയതമനൊരു പ്രയാസം വന്നെന്ന് കണ്ടപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ് യാ ഹബീബി, ഞാൻ എന്റെ ഭർത്താവിന് ചുറ്റും ഞാൻ നടന്നു. യാ ഹബീബി ഇർളാനി, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തം തരണേ. ഒരു വശത്ത് പോയിട്ട് ഞാൻ പൊരുത്തം ചോദിക്കുമ്പോ അലി തങ്ങൾ അപ്പുറത്തോട്ട് തിരിയും, ഞാൻ അവിടെ പോകും നബിയേ. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പൊരുത്തം ചോദിക്കും നബിയേ. യാ റസൂലല്ലാഹ്, അങ്ങനെ 70 വട്ടം ഞാൻ എന്റെ ഭർത്താവിന് ചുറ്റും നടന്നു നബിയേ. സുബ്ഹാനല്ലാഹ്, അവസാനം എന്റെ പ്രിയതമൻ അലി തങ്ങൾ എനിക്ക് പൊരുത്തം തന്നു നബിയേ. എനിക്ക് സന്തോഷമായി യാ റസൂലല്ലാഹ്. പക്ഷേ ഒരല്പസമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ ഫാത്തിമയുടെ ചിന്ത മാറിപ്പോയി. കാരണം എന്താ യാ റസൂലല്ലാഹ്, എന്റെ ഉപ്പ എന്റെ ഉപ്പ എന്റെ പ്രിയതമൻ എനിക്ക് മാപ്പ് തന്നിട്ടുണ്ടെങ്കിലും എന്റെ അല്ലാഹു എനിക്ക് മാപ്പ് തന്നിട്ടുണ്ടോ? എന്റെ റബ്ബ് എനിക്ക് പൊരുത്തം തന്നിട്ടുണ്ടോ? ഈ ചിന്ത എന്റെ മനസ്സിനെ വേദനിപ്പിച്ചു പോയി യാ റസൂലല്ലാഹ്. അതുകൊണ്ടാണ് നബിയേ ഈ സുബഹി പ്രഭാതം കഴിഞ്ഞ ഉടനെ തന്നെ യാ ഹബീബ് ഞാൻ അങ്ങയുടെ സവിധത്തിലേക്ക് ഓടി വന്നത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഇത് പറയുമ്പോൾ തന്റെ ഓടം ചേർന്ന് നിൽക്കുന്ന മോളെ അതാ പിടിച്ചു മാറ്റുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യാ ബിന്തി വല്ലദീ നഫ്സി ബിൽ ഹഖ് നബിയാ ഇന്നക ലൗ മിത്ത് ഖബല അൻ തർദാ അലിയൻ ലം നുസല്ലി അലൈകി. അതാ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പൊന്നുമോളെ, എന്റെ പൊന്നുമോളെ, അലിയെങ്ങാനും തൃപ്തിപ്പെടാതെ, അലിയെങ്ങാനും പൊരുത്തപ്പെടാതെ നീ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വന്നിരുന്നെങ്കിൽ ലം നുസല്ലി അലൈകി, പൊന്നുമോളെ, ഈ ഉപ്പ പോലും നിന്റെ മേലെ മയ്യിത്ത് നിസ്കരിക്കുക പോലുമില്ലായിരുന്നു എന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. പിടിച്ചങ്ങോട്ട് മാറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, ഭർത്താവ് തൃപ്തിപ്പെടുന്നതിന് മുമ്പെങ്ങാനും നീ മരണപ്പെട്ടിരുന്നെങ്കിൽ ഈ ഉപ്പ പോലും നിനക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുമായിരുന്നില്ല. ആ സന്ദർഭം ഇത് കേട്ടപ്പോഴ് ഫാത്തിമ റളിയല്ലാഹു അൻഹ വീണ്ടും പൊട്ടി കരയുകയാണ്. നബിയേ, എനിക്ക് മാപ്പില്ലയോ നബിയേ? ഈ ഫാത്തിമ നരകാവകാശിയായോ നബിയേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, അമാലിം ദിന്നൽ സൗജ് വറല്ലാഹ് വവദബു സൗജ് വവദബുല്ലാഹ്. എന്റെ പൊന്നുമോളെ വേദനിക്കണ്ട കേട്ടോ, എന്റെ മോളെ പ്രയാസപ്പെടേണ്ട മോളെ. അള്ളാഹുവിന്റെ തൃപ്തി അതേ നിന്റെ ഭർത്താവ് തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെട്ടു മോളെ.
ഇന്ന റിള സൗജി ഭർത്താവിന്റെ പൊരുത്തം അല്ലാഹു നിന്നിൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഭർത്താവിന്റെ കോപം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു അല്ലാഹുവിന്റെ കോപമാണ് മോളെ. ഭർത്താവ് കോപിച്ചാൽ മനസ്സിലാക്കിക്കോ അല്ലാഹു നിന്നോട് കോപിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ പൊരുത്തം അല്ലാഹു നിന്നിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നതാണെന്ന് ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട മകളോട് ഉപദേശിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഓ ഫാത്തിമ, ഒരു പെണ്ണിന് അവൾ ചെയ്യുന്ന അമലിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഇതാഅത്തു സൗജി, അവളുടെ ഭർത്താവിന് വഴിപ്പെടലാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സഹോദരിമാരെ, അതുകൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വാക്കാകട്ടെ, അതുപോലെ തന്നെ ഭർത്താവിന് കഴിവില്ലാത്ത കാര്യങ്ങളാകട്ടെ, നീ ഭർത്താവിനോട് കൽപ്പിക്കരുത്. അത് നിന്നെ നരകം കുതിക്കുന്ന കൂട്ടരിൽ നീ പെട്ടുപോകും, നരകം നിന്നെ ആഗ്രഹിക്കുന്ന കൂട്ടരിൽ നീ പെട്ടുപോകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം എവരെയും ആ നരകത്തിന്റെ അവകാശികളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതായി പറഞ്ഞു, നരകം കൊതിക്കുന്ന നാരിമാരുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വംറഅത്തുൻ ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാലി വതഖ്റുജു മിൻ ബൈതിഹാ മുതബഹ്രിജ. മൂന്നാമത്തെ കൂട്ടര്, നരകം കൊതിക്കുന്ന മൂന്നാമത്തെ കൂട്ടരിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വംറഅത്തുൻ, ഒരു പെണ്ണാണ്, ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാൽ, അന്യ പുരുഷന്മാരിൽ നിന്നും അവളുടെ ശരീരത്തെ, അവളുടെ ഔറത്തിനെ അവൾ മറയ്ക്കാത്ത പെണ്ണാണ്. മാത്രമല്ല വതഖ്റുജു മിൻ ബൈതിഹാ, അവളുടെ വീടുകളിൽ നിന്നും അവൾ പുറപ്പെടും, മുതബഹ്രിജതൻ, അണിഞ്ഞൊരുങ്ങിയതായ നിലയിൽ പുറപ്പെടുന്ന പെണ്ണാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മയ്യത്ത് കാണാൻ പോയാലും, ഒരു മയ്യത്ത് വീട്ടിലേക്ക് പോയാലും കാണാം, കരി എഴുതി ലിഫ്റ്റിക്കും പുരട്ടിട്ട് പോണത് കാണാം, അല്ലേ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, നരകം കൊതിക്കുന്ന നാരിമാരിൽ മൂന്നാമത്തെ കൂട്ടർ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന പെണ്ണാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പറഞ്ഞു, രണ്ട് കൂട്ടർ, സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം നരകത്തിലാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, ആ രണ്ട് കൂട്ടരെ ഞാൻ കാണുന്നു സ്വഹാബത്തെ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ അവരെ കാണുന്നു. അതിൽ രണ്ടാമത്തെ കൂട്ടരാണ്. രണ്ടാമത്തെ കൂട്ടർ അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിക്കുകയാണ്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖത്തിൽ മാഇല ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റിഹഹാ വഇന്ന റിഹഹാ ലതൂജദു മിൻ മസീറതി ഖദാ വഖദാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരു കൂട്ടർ അതേ ഖിയാമത്ത് നാളിൽ എന്റെ സമുദായത്തിൽ നിന്നും പുറപ്പെടുന്നവരാണ്. അവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു സ്വഹാബത്തെ, ഞാൻ അവരെ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. ആരാവര്? നിസാഉൻ, ചില പെണ്ണുങ്ങളാണ്. കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആരിയാത്തുൻ, അവർ നഗ്നരാണ്. സുബ്ഹാനല്ലാഹ്. നോക്കിക്കേ, ഒരിക്കലും കള്ളം പറയാത്ത പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പറഞ്ഞത് എത്ര ശരിയാ എന്ന് കണ്ടിട്ടില്ലേ? ഓരോരുത്തർ ഇടുന്ന ഡ്രസ്സ് എന്താ, അതിന്റെ പേര് എനിക്കറിയില്ല, മുഹബത്ത് ഇങ്ങനെ തുടങ്ങി 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാലും കാണാം ശരീരത്തിന്റെ ഭാഗങ്ങൾ. വസ്ത്രം ഇട്ടിട്ടുണ്ടോ? വസ്ത്രം ഇട്ടിട്ടുണ്ട്. എന്നാൽ ആരിയാത്തുൻ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഗ്നരാണ്. ഞാൻ അവരെ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു സ്വഹാബത്തെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാത്രമല്ല റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖത്തിൽ മാഇല, അവരുടെ മുടി നോക്കണം, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ് സ്വഹാബത്തെ. ഖിയാമത്ത് നാളാകുമ്പോൾ വരാൻ പോകുന്ന ഒരു കൂട്ടം പെണ്ണുങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അവർ ഇങ്ങനെ മുടിയെല്ലാം വെട്ടി ഇങ്ങനെ ക്രോപ്പ് ചെയ്ത്
ആ രീതിയിൽ നമ്മൾ ചെടി വെട്ടിയിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെക്കൂലേ, ഇതുപോലെ ഡിസൈൻ ചെയ്ത് വെക്കുന്ന പെണ്ണുങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായിദ. ഒട്ടകമുണ്ടല്ലോ, ഒട്ടകം നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ മുതുകത്തൊരു തരം പൂഞ്ഞയുണ്ട്. ആ പൂഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുകയും ചെരിയുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ തന്നെ ആഖിർ സമാനിലെ പെണ്ണുങ്ങള് ഖിയാമത്ത് നാളില് എന്റെ സമുദായത്തിൽ ഒരു കൂട്ടം വരാനിരിക്കുന്നു. ഞാൻ അവരൊക്കെ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. അവരുടെ മുടി ഇങ്ങനെ വെട്ടിയതാ ഇതേ രീതിയിൽ പാകപ്പെടുത്തുകയാണ്. ഒട്ടകം ഇങ്ങനെ നടക്കുമ്പോൾ അതിന്റെ മുതുകത്തെ പൂഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുകയും ചെരിയുകയും ചെയ്യുന്നത് പോലെ അവരുടെ മുടി അതാ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുകയും ചെരിയുകയും ചെയ്യുകയാണ്. ജനങ്ങൾ നോക്കുകയാണ്, ജനങ്ങൾ കണ്ടിട്ട് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്. ആ പെണ്ണിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ആകർഷിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന പെണ്ണെ, ഇങ്ങനെ ആഡംബരം കാണിക്കുന്ന പെണ്ണെ, വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ശരീരഭാഗങ്ങളെല്ലാം പുറത്ത് കാണത്തക്ക നിലയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ കുറിച്ച് സൂചിപ്പിച്ചത് എന്തെന്നറിയോ? ലാ യദ്ഖുൽനൽ ജന്ന. മോളെ, നിനക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. വലാ യജിദ്ന റിഹഹാ. സ്വർഗത്തിന് കടക്കൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ വാസന പോലും മോളെ നിനക്ക് എത്തൂല. സ്വർഗത്തിന്റെ വാസന പോലും നിനക്ക് ലഭ്യമല്ല. ഇവിടെ എറണാകുളത്താ ഒരു ഉദ്ദേശം ഞാൻ പറയാ, എറണാകുളത്താ സ്വർഗം എന്ന് കരുതി. ആ സ്വർഗം അതിന്റെ വാസന ഇങ്ങനെ അടിച്ചു വീശുന്നത് എവിടം വരെ? ഈ ചായം വരെ. നമ്മളൊരു ഉദാഹരണം പറയാണ് ഞാൻ. സ്വർഗം ഇരിക്കുന്നത് അങ്ങ് എറണാകുളം. അതിന്റെ വാസന അവിടെ മുതൽ ഇവിടം വരെയും കിട്ടുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ, ലോകത്തിന്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഈ വാസന പോലും ആ ഭാഗത്ത് പോലും നിനക്ക് എത്താൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം എന്റെ ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, വലാ യജിദ്ന റിഹഹാ. അതിന്റെ വാസന പോലും നിനക്കെത്തുകയില്ല. തുടർന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഇന്ന റിഹഹാ ലതൂജദു മിൻ മസീറത്തി ഖദാ വഖദാ. അതിന്റെ വാസന, അതിന്റെ സുഗന്ധം, അതിന്റെ പരിമളം അത് ഇത് മുതൽ ഇതുവരെയാണ്. അതായത് മൈലുകൾക്കപ്പുറമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം അതിന്റെ പരിമളം, അതിന്റെ വാസന അടിച്ചു വീശുന്നുണ്ട്. ആ വാസന പോലും നിനക്ക് എത്തുകയില്ല. അത്രത്തോളം നീ വിദൂരത്തായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്റെ ഉമ്മ പെങ്ങന്മാരെ? നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു, നമ്മളൊന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു ഇരിപ്പുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. മദീനത്തെ പള്ളിയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. ആ ചോദ്യത്തിന് മറുപടി ആരാ പറഞ്ഞത് എനിക്കറിയണം. എന്താ ചോദ്യം? സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറ്, ഏറ്റവും ഉത്തമമായത് എന്താണെന്ന് നിങ്ങൾ പറയണം. സഹാബാക്കൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ തുടങ്ങി. എന്താ മറുപടി പറയാ? സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായത് എന്താണെന്നാ ചോദ്യം. അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ധീരന്മാർ അവിടെ ഉണ്ട്. സഹാബാക്കൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആലോചിച്ച് വന്നിട്ട് പറഞ്ഞാൽ മതി, നാളെ പറഞ്ഞാൽ മതി. പിറ്റേ ദിവസം ഇതുപോലെ മദീനത്തെ പള്ളിയിൽ സഹാബാക്കളോടൊപ്പം ഇരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദ്യം ആവർത്തിച്ചു. ഓരോരുത്തരും ഓരോ മറുപടി പറഞ്ഞു. അപ്പോൾ അലി തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു മറുപടി പറഞ്ഞു. എന്താ മറുപടി? ആ മറുപടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അലിയേ, ഈ മറുപടി ആരാണ് പറഞ്ഞു തന്നത്? അലി തങ്ങൾ പറയുകയാണ്, നബിയേ, ഇന്നലെ രാത്രിയിൽ, ഇന്നലത്തെ ദിവസം
ഇതുപോലെ മദീനത്ത് പള്ളിയിലിരുന്നു കൊണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായത് എന്താണെന്ന ചോദ്യം അങ്ങ് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. യാ റസൂലല്ലാഹ്, എന്തായിരിക്കും എന്റെ ഹബീബിനോട് എനിക്ക് മറുപടി പറയാൻ കഴിയുക? ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്നു. എന്റെ പ്രിയതമയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ എന്റെ വിഷമം കണ്ടിട്ട് ചോദിച്ചു പോയി, ഓ അലിയ തങ്ങളെ, എന്തിനാണ് വേദനിക്കുന്നത്? എന്തിനാണ് വ്യസനിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അപ്പോഴേ ഞാൻ എന്റെ പ്രിയതമയോട് അങ്ങ് ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ റസൂൽ മദീനത്ത് പള്ളിയിൽ ഇരുന്നിട്ട് ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായത് എന്താണെന്ന്. ഞാൻ അതിന്റെ വിഷമത്തിലാണെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോളുണ്ടല്ലോ, അലി തങ്ങളുടെ പ്രിയതമയുണ്ടല്ലോ, അലി തങ്ങളോട് പറയുകയാണ്, എന്തിനാ വിഷമിക്കുന്നത്? സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായത് മറ്റൊന്നുമല്ല, കാണാതിരിക്കണം അന്യപുരുഷൻ അവളയും, അതിനാണ് പെണ്ണിന് ഖൈർ ഇന്നും നാളെയും. ഓ നബി തങ്ങളെ, എന്റെ പ്രിയതമ എന്നോട് പറഞ്ഞു തന്ന ആ മറുപടി എന്തെന്നറിയുമോ? ഒരു പെണ്ണിനെ അന്യപുരുഷൻ കാണാതിരിക്കണം, അന്യപുരുഷന്മാര് കാണാതിരിക്കണം. അതാണ് അവൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും ഉത്തമമായത് എന്ന് എന്റെ പ്രിയതമയാണ് എനിക്ക് പറഞ്ഞു തന്നത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫാത്തിമ എന്റെ മോള് തന്നെ. ഫാത്തിമ സത്യം പറഞ്ഞു. അലിയേ, നീ പറഞ്ഞ ഫാത്തിമ നിനക്ക് പറഞ്ഞു തന്ന ആ മറുപടിയാണ് യഥാർത്ഥ മറുപടി. സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം അവളെ അന്യപുരുഷന്മാര് കാണാതിരിക്കരുത് തന്നെ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മുടെ യുവാക്കൾ വരെ, ചെറുപ്പക്കാർ വരെ എന്താ, പെണ്ണും കെട്ടിയിട്ട് ആദ്യം വിവാഹ ആലോചന നടത്തിയാൽ ഉടനെ പിന്നെ രണ്ടാമത് ചെയ്യുന്ന എന്താ, ഒരു ബൈക്ക് എടുക്കല, അല്ലേ? എന്തിനാ? തന്റെ പെണ്ണിനെ ഇരുത്തി ഒന്ന് റോഡിലൂടെ ഒന്ന് റൗണ്ട് കിട്ടണം, എല്ലാരും കാണണ്ടേ, തന്റെ പെണ്ണിനെ കാണണം, തന്റെ പെണ്ണിന് കിട്ടിയ ആഭരണം എന്താണെന്ന് അറിയണം. മഹാനായ എന്റെ ഉസ്താദ് തഴവ ഉസ്താദ് അവറുകൾ, എന്റെ മശായിഖന്മാരുടെ കൂട്ടത്തിൽ ഖാദിരിയ തുരീഖത്തിന്റെ എന്റെ ഒരു ഷെയ്ഖാണ് തഴവ ഉസ്താദ് അവറുകൾ. ബഹുമാന്യനായ ഉസ്താദ് അവറുകളാണ് നമ്മളെ ഈ രീതിയിലൊക്കെ പഠിപ്പിച്ചത്. നമുക്കറിയാലോ, നമ്മുടെ എല്ലാവരുടെയും ഉസ്താദ്. അൽഹംദുലില്ലാഹ്, ആ ഉസ്താദ് അവരുടെ ഖബറിനെ അള്ളാഹു പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ കുറിച്ച് പറയാതെ ഞാൻ പോവില്ല. ഉസ്താദിനെ കുറിച്ച് എനിക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ 2 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് പറയാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാം ഈ രീതിയിൽ ഒരുമിച്ച് കൂടാനും പറയാനും ഇൻഷാ അല്ലാഹ് ആ ഉസ്താദിന്റെ ഒരു പ്രയത്നം, ആ പ്രയത്നമാണ് എൻ്റെ സഹോദരന്മാരെ. ഇന്ന് എവിടെയും ഏത് സ്ഥലത്തും എത്ര ആലിമീങ്ങൾ ഇരുന്നാലും ധൈര്യസമേതം ചെന്ന് വാക്കുകൾ പ്രസംഗിക്കാൻ ഈ വിനീതന് ഇന്നും ഒരു തൂണായിട്ടുള്ളത് ഉസ്താദിന്റെ വാക്കും ആ ഉസ്താദിന്റെ തൃപ്തിയും ആ ഉസ്താദിന്റെ പൊരുത്തവുമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എവിടെ നമ്മൾ ഈ വിനീതൻ വാദ പറഞ്ഞാലും അതുപോലെ എല്ലാത്തിന്റെയും പ്രതിഫലം, അതിന്റെ മിസ്ലു സവാബ്, അതിന് തത്തുല്യമായ പ്രതിഫലം ബഹുമാന്യനായ ഷെയ്ഖുന അൽ ഉസ്താദ് അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആ ഉസ്താദിന്റെ ഖബറിനെ അള്ളാഹു പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. കാരണം നമുക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടത് ആ ഉസ്താദ്. എന്റെ മുമ്പ് ഇരിക്കുന്ന എല്ലാവരും, നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല ഉസ്താദിനെ കുറിച്ച്. നമുക്ക് വേണ്ടി ഒരുപാട് ഉറക്കമൊഴിയുകയും ഒരുപാട് കഷ്ടപ്പെടുകയും നമുക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ദുആ ചെയ്യുകയും ഒക്കെ ചെയ്ത മഹാനവറുകൾ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ ഉസ്താദ് അവർക്ക് വേണ്ടി ഒരു ദിവസം ഒരു ഫാത്തിഹയെങ്കിലും, ഇവിടെ ഉസ്താദിന്റെ വിദ്യാർത്ഥികളെ ഏകദേശം 90% ഇവിടെ ഇരിക്കുന്നവരുണ്ടാവുമെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു ഫാത്തിഹ എങ്കിലും ബഹുമാന്യനായ ഉസ്താദ് അവരുടെ മേൽ നിങ്ങൾ ഓതണം. ആ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം എന്നൊരു വസിയത്ത് കൂടി ഈ അവസരം ഉസ്താദിന്റെ ഒരു എളിയ ഒരു ശിഷ്യനെന്ന നിലയിൽ നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ യുവാക്കൾ അവര് മാറിപ്പോയിരിക്കുന്നു. ഇന്ന് തന്റെ പെണ്ണ്, ആ പെണ്ണിനെ ജനങ്ങൾ കാണണം എന്നുള്ള രീതിയിൽ മഹാനായ തഴവ പറഞ്ഞു, പെൺകെട്ടിനൽപ്പം മുമ്പ് സ്കൂട്ടർ എടുക്കണം, പുറകിലിരുത്തിക്കൊണ്ട് ടൗണിൽ ചുറ്റണം, പതിവുണ്ട് ചില രാജ്യത്ത് കാണാൻ സിനിമയും,
പോകുന്നു ഇവരോടൊത്ത് പെണ്ണിൻ്റെ ഉമ്മയും. ചില യുവാക്കളുണ്ട്, പെൺകെട്ടിനൽപ്പം മുമ്പ് സ്കൂട്ടർ എടുക്കണം. പെണ്ണ് കിട്ടുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് സ്കൂട്ടർ എടുക്കല, ഒരു ബൈക്ക് എടുക്കല. എന്താ കാര്യം? പുറകിലിരുത്തിക്കൊണ്ട് ടൗണിൽ ചുറ്റണം. പുറകിലിരുത്തി എല്ലാരും കാണിക്കണം, എന്റെ പെണ്ണിന് എത്ര പണ്ടം കിട്ടി, എന്റെ പെണ്ണ് നല്ല സൗന്ദര്യവതിയാണ്, നല്ല കുടുംബത്തിൽപ്പെട്ട പെണ്ണാണ് എന്ന് ജനങ്ങൾ അറിയണം. ഇതിനു വേണ്ടിയിട്ട് ഇതാ അവന്റെ ഉദ്ദേശം. എന്നിട്ടോ മഹാനവർകൾ വീണ്ടും തുടർന്ന് പറയുന്നു, പതിവുണ്ട് ചില രാജ്യത്ത് കാണാൻ സിനിമയും, പോകുന്നു ഇവരോടൊത്ത് പെണ്ണിൻ്റെ ഉമ്മയും. പെണ്ണും തന്റെ അമ്മായിയും എല്ലാരും കൂടെ ഒരുമിച്ച് ആ സിനിമയ്ക്ക് പോകലും ഹോട്ടലിൽ കയറലും എല്ലാം. സുബ്ഹാനല്ലാഹ്. മഹാനവർകൾ പറഞ്ഞു, കളി കണ്ട് കടയിൽ കേറ്റി മീൻ ബിരിയാണിയും, കൊടുക്കുമ്പോഴാ മതിഹിന്റെ പാട്ടമ്മായിയും. ഇവനാണ് എന്റെ മകൾക്ക് പറ്റിയ മാപ്പിള, സിനിമയ്ക്ക് കൂട്ടുവരുന്നു തിന്നാൻ ആപ്പിള. മഹാനവരുടെ ഓരോ വരികളും നല്ല മാപ്പിള തന്നെ എനിക്ക് കിട്ടിയ വരുമാൻ നല്ല മരുമോൻ തന്നെ, കുഴപ്പമൊന്നുമില്ല. എന്താ സിനിമ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്, കോഴി ബിരിയാണി അങ്ങനെയുള്ള പലതും എനിക്ക് വാങ്ങിച്ചു തരുന്നുണ്ട്, തിന്നാൻ ആപ്പിള്, എന്തെല്ലാം എനിക്ക് വിഭവങ്ങൾ. ഇങ്ങനെ ഈ ദുനിയാവിൻ്റെതായിരിക്കുന്ന മോഹങ്ങളിൽ കുടുങ്ങി ജീവിക്കുന്നവർ ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചു. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചു മൂന്നാമത്തെ കൂട്ടർ, ഓ പെങ്ങളെ, അണിഞ്ഞൊരുങ്ങി നടക്കുന്ന പെണ്ണ്, വംറഅത്തുൻ ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാലി, അന്യ പുരുഷന്മാരിൽ നിന്നും ശരീരം മറയ്ക്കാത്ത പെണ്ണുങ്ങളാണ് അവർ. അണിഞ്ഞൊരുങ്ങി അവർ പുറത്തിറങ്ങും. പാവപ്പെട്ടവൻ ഗൾഫില, മാസം എന്തെങ്കിലുമൊക്കെ കിട്ടണേന്ന് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് മാസം എന്ത് ചെയ്യും, വീട്ടിലോട്ടയക്കും. അപ്പോഴോ എന്റെ പെങ്ങൾ ഒരു നേരം ആകുമ്പോ ബാഗൊക്കെ തൂക്കി അങ്ങനെ ഇറങ്ങിപ്പോകും. എന്തിനാ? പൈസ എടുക്കാൻ പോണെന്നാ പറയണത്. എന്നും ഒരു പൈസ എടുപ്പ്. മാസത്തിൽ എത്ര പ്രാവശ്യം വരും? മാസത്തിൽ എത്ര പ്രാവശ്യം പൈസ പറഞ്ഞത്? മാസം എല്ലാ ദിവസവും ശമ്പളം കിട്ടോ? എന്റെ സഹോദരിമാരെ, കണ്ടാൽ മഷി കണ്ണ് മിന്നുന്ന മൂക്ക്, കാണും ജനങ്ങളിൽ സന്തോഷവാക്ക്, തൊണ്ടിപ്പഴം പോൽ ചുവപ്പിച്ച ചുണ്ട്, തങ്കക്കുടം പോലെ ആശപ്പുരണ്ട്, മണ്ടയിൽ ചുരുട്ടി നീട്ടി മുടിയും, മങ്കയ്ക്ക് വില്ലത്ത ചില്ലിക്കൊടിയും, വയറിഞ്ഞൊറിയൊക്കെ പുറത്തു കാട്ടി, മങ്ക നടന്നങ്ങ് പോകുന്ന കണ്ടാൽ പ്രപഞ്ചം കൂടി ഞെട്ടിത്തെറിക്കും. ഒരു കവി പാടിയതാ. ഇന്നത്തെ അവസ്ഥകൾ വിശദീകരിക്കുക ഓരോന്ന്. അതുകൊണ്ട് എന്റെ ഉമ്മ പെങ്ങന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ താക്കീതുകൾ നമ്മൾ ശ്രദ്ധിക്കുക. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാളെ അവിടെ പിടിച്ചു നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാകാതെ നമ്മൾ ഓരോരുത്തരും വളരെയേറെ ഗൗനിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമത്തെ കൂട്ടർ, നരകം കൊതിക്കുന്ന നാലാമത്തെ കൂട്ടർ പ്രവാചകൻ എണ്ണി പറഞ്ഞു, വംറഅത്തുൻ ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ലു വശ്ശുർബു വന്നൗമു വലൈസ ലഹാ റഅബത്തുൻ ഫിസ്സലാത്തി വലാ ഫീ ത്വാഅത്തില്ലാഹി വറസൂലിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാലാമതായി നരകം കൊതിക്കുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി ചില പെണ്ണുങ്ങളാണ് ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ലു വശ്ശുർബു, എപ്പോഴും നോക്കിയാലും തിന്നണം, കുടിക്കണം, ഉറങ്ങണം, ഇതല്ലാതെ യാതൊരു ചിന്തയുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബാങ്കിന്റെ ധ്വനി കേട്ടാൽ നമസ്കരിക്കണം എന്ന ചിന്ത അവൾക്കില്ല. വലൈസ ലഹാ റഅബത്തുൻ ഫിസ്സലാത്ത്, നമസ്കരിക്കണം എന്നുള്ള ചിന്ത അവൾക്കില്ല. വലാ ഫീ ത്വാഅത്തില്ലാഹി വലിറസൂലിഹി, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, റമളാൻ നോമ്പ് വന്നാൽ നോമ്പ് പിടിക്കണമെന്നുള്ള ചിന്തയില്ല, നിസ്കാരത്തിന്റെ സമയമായ നിസ്കരിക്കണമെന്നുള്ള സമയമില്ല. 24 മണിക്കൂർ TV ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് തന്നെ എപ്പോഴും അല്ലേ? TV വന്നതിൽ ഒരുപാട് ഉപയോഗമുണ്ട്, ഉപയോഗം ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉപയോഗമൊക്കെ ഒരുപാടുണ്ട്. എന്താ ഉപയോഗം? സമയത്ത് ഭർത്താക്കന്മാർക്ക് ആഹാരം കിട്ടുന്നുണ്ട്. കാര്യം എന്താ? 1:30 മണിക്കാണെങ്കിൽ പിന്നെ പല പരിപാടികളും തുടങ്ങാനുള്ളത് 1:30 മണിക്കാണെങ്കിൽ 12 മണിക്ക് ഓക്കെ ആഹാരം റെഡി കറക്റ്റാ കിട്ടും. അതല്ലെങ്കിലോ സമയം തെറ്റി, ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പരിപാടി സമയം തെറ്റി വന്നാൽ അന്ന് ആഹാരവും മുടങ്ങി. ഇതാ അവസ്ഥ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബാങ്കിന്റെ ധ്വനി കേട്ടാൽ എന്റെ പെങ്ങളെ നിനക്ക് ശ്രദ്ധയില്ല,
നോമ്പ് വന്നാൽ നിനക്ക് ശ്രദ്ധയില്ല. ഒരു കാര്യത്തിലും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പെങ്ങളെ നിനക്ക് ശ്രദ്ധയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലാ ഫീ ത്വാഅത്തി സൗജിഹാ, ടിവിയുടെ മുമ്പിലിരിക്കുന്ന പെണ്ണെ, എന്റെ പെങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഭർത്താവ് കയറി വന്നാൽ പോലും ഒരു ഗൗരവമില്ല. കാര്യം ടിവിയുടെ മുമ്പല്ലേ, എങ്ങനെ ഇത് വിട്ടിട്ട് പോവുക? ഭർത്താവിന്റെ കൽപ്പന അംഗീകരിക്കാൻ അവള് തയ്യാറല്ല. ഇങ്ങനെയുള്ള പെണ്ണും നരകത്തിന്റെ അവകാശിയാണ്. നരകം അവളെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ വശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പെങ്ങളെ, നരകമതാ നിന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ നമസ്കാരമില്ലെങ്കിൽ, നിനക്ക് നോമ്പില്ലെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ നീ തയ്യാറല്ലെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാൻ നീ തയ്യാറല്ലെങ്കിൽ, എന്റെ പെങ്ങളെ, കോടിക്കണക്കായ സ്വത്ത് നിനക്കുണ്ടായെന്ന് പറഞ്ഞിട്ടെന്താ? എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നിനക്കുണ്ടായെന്ന് പറഞ്ഞിട്ടെന്താ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, നീ ഈ രീതിയിൽ നിനക്ക് അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കാനും അനുസരിക്കാനും നീ തയ്യാറല്ലെങ്കിൽ, വല്ലാഹി തമ്പുരാനാണ് സത്യം, നരകം നിന്നെ അതാ വിളിക്കുന്നു പെങ്ങളെ, നിന്നെ അതാ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. രാജസയ്യദായ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ മാനവകുലത്തിന് പടച്ച തമ്പുരാൻ പഠിപ്പിച്ചു തരികയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ നിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹ് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചവരെ, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. വഅഹ്ലീകും, നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളുടെ ശരീരവും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. നമ്മുടെ മാത്രം പോരാ, നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളുടെ ശരീരവും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ നാറ, നരകത്തിൽ നിന്നും. എന്നിട്ട് അല്ലാഹു ഉണർത്തി, വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, അറിയുക ജനങ്ങളെ, വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, ആ നരകത്തിന് കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും വിറകുകളെയുമാണ്, കല്ലുകളെയുമാണ്. അലൈഹാ മലായികത്തുൻ, അവിടെ അതാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചില മലക്കുകളെ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇലാദുൻ ശിദാദ്, അവര് രൂക്ഷന്മാരാണ് കേട്ടോ, അവര് ശക്തന്മാരാണ് കേട്ടോ, അതിഭീകരന്മാരാണ് കേട്ടോ. നിന്റെ നിലവിളികൾ അവിടെ വില പോവുകയില്ല, നിന്റെ അട്ടഹാസങ്ങൾ അവിടെ വില പോവുകയില്ല, അവിടെ നീ എന്താ പരാതി പറഞ്ഞാലും രക്ഷയില്ല. അല്ലാഹു ഉണർത്തുകയാണ്, ഇലാദുൻ, അവര് അതികഠിന ഹൃദയരാണ്, ശദീദുൻ, അവര് വല്ലാത്ത ശക്തന്മാരാണ്, രൂക്ഷന്മാരാണ്. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും, അല്ലാഹു അവരോട് എന്ത് കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പിച്ചതിന് എതിര് പ്രവർത്തിക്കുന്നവരല്ല അവർ അല്ലാഹു അവരോട് എന്ത് കൽപ്പിച്ചിട്ടുണ്ടോ അതവർ പ്രവർത്തിക്കുന്നവരാണ്. വയഫ്അലൂന മാ യുമറൂൻ, അവരോട് കൽപ്പിച്ചത് എറിയാൻ പറഞ്ഞാൽ എറിയും, കരിക്കാൻ പറഞ്ഞാൽ കരിക്കും. നിങ്ങളെ ശിക്ഷിക്കാനാണ് അല്ലാഹു അവരോട് കൽപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ ശിക്ഷിക്കും. അല്ലാഹു എന്താണോ അവരോട് കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പന നിറവേറ്റുന്ന മലക്കുകൾ, അതിശക്തന്മാരായ രൂക്ഷന്മാരായ മലക്കുകളുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതാ അല്ലാഹു വിളിച്ചു പറയും, ഈ തെമ്മാടികളായ മനുഷ്യരെ, ധിക്കാരികളായ മനുഷ്യരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചു പറയും, പടച്ചതമ്പുരാന്റെ കോടതിയിലേക്ക് ഞാനും നിങ്ങളും നാളെ വന്നു നിൽക്കുമ്പോൾ അല്ലാഹു പറയും, പിടിക്കും മലക്കുകളെ ഇവരെ. ഭർത്താവിനെ അനുസരിക്കാത്തവരാ, നിസ്കാരത്തിന്റെ സമയമായാലും നിസ്കരിക്കാത്തവരാ, അതേ ആർത്തവവും അശുദ്ധിയും വന്നു കഴിഞ്ഞാൽ, നിഫാസും വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റാ കുളിച്ച് വൃത്തിയായി ശുദ്ധിയാകാത്തവരാണ്. ഖുദൂഹു, പിടിക്കും മലക്കുകളെ ഇവരെ പിടിക്കുക. വഉല്ലുഹു, ബന്ധിക്കുക. അല്ലാഹു റബ്ബുൽ
റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, സുമ്മൽ ജഹീമ സല്ലൂ, അക്കാടുന്ന കത്തിക്കാളുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചെറിഞ്ഞേക്കോ. കാരണം അവർ ധിക്കാരികളാണ്, എന്നെ അനുസരിച്ചവരല്ല, എന്റെ ഹബീബിനെ അനുസരിച്ചവരല്ല, ഭർത്താക്കന്മാർക്ക് വഴിപ്പെട്ടവരല്ല. അതുകൊണ്ട് പിടിക്കൻ മലക്കുകളെ പിടിക്കുക, ബന്ധിക്കുക തങ്ങൾക്ക്. സുമ്മൽ ജഹീമ, ഈ കത്തിക്കാളുന്ന ജഹീമെന്ന നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞേക്കോ. സുബ്ഹാനല്ലാഹ്, മുഖം കുത്തിയവരായ നിലയിൽ കത്തിക്കാളുന്ന നരകത്തിലേക്ക് എന്റെ ഉമ്മ, എന്റെ സഹോദരി, എന്റെ സഹോദര, അല്ലാഹുവിനെ അനുസരിക്കാത്തതിന്റെ പേര്, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കാത്തതിന്റെ പേരില് നമ്മളെ അതാ മുഖം കുത്തി വലിച്ചെറിയപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അമറൽ ജലീലു അസ്സവജൽ. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനെ അനുസരിക്കുന്നവരാകാൻ. 5 നേരത്തെ വാങ്ക് കേൾക്കുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ അപ്പോഴും തന്നെ എത്ര നല്ല സ്വാലിഹത്തായ പെണ്ണുങ്ങളുണ്ടെന്നറിയോ? അവരിനി അരച്ചോണ്ട് നിന്നാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടാൽ, എനിക്കറിയാവുന്ന എത്രയോ സഹോദരിമാരെൻ്റെ മുമ്പങ്ങന്മാര് ആ ജോലി അപ്പോഴവിടെ നിർത്തും, എന്നിട്ട് പെട്ടെന്ന് നിസ്കരിക്കും, നിസ്കരിച്ചിട്ട് മതി ബാക്കി കാര്യം എന്ന് ചിന്തിച്ച് നമസ്കാരത്തിൽ വ്യാപൃതരാകുന്നവർ. നമ്മളാണെങ്കിലോ ബാങ്കുവിളി കേട്ടാൽ എന്താ, പള്ളിയിൽ നിസ്കരിച്ചാൽ എന്താ, ഉസ്താദ് വന്ന് വാത് പറഞ്ഞാൽ എന്താ, നമ്മൾ അതൊന്നും ശ്രദ്ധിക്കൂല, നമ്മളിങ്ങനെ പോവും അല്ലേ? ഈ നായിന്റെ കാര്യം പറഞ്ഞതുപോലെ അതിന്റെ വാല് എത്ര കൊല്ലം നമ്മളെന്താ പറയണ്ടല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ ഇങ്ങനെ പോകൂ എന്നുള്ള ചിന്തയാണെങ്കിൽ അല്ലാഹു തമ്പുരാനാണ് സത്യം, നമുക്ക് രക്ഷയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭർത്താവിനെ അനുസരിക്കുകയും അല്ലാഹുവിനെ അനുസരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന പെങ്ങളെ, അതുപോലെ എന്റെ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നീ ഭർത്താവിനെ അനുസരിക്കാൻ, ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടി ജീവിക്കാൻ എന്റെ പെങ്ങളെ നീ തയ്യാറായാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുസ്തഗ്ഫറു ലിൽ മർഅത്തിൽ മുതീഅതി ലിസൗജിഹാ അത്വൈറു ഫിൽ ഹവാ. പടച്ച തമ്പുരാനെ, ഭർത്താവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടി നീങ്ങുന്ന പെണ്ണാണ് നീ എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതേ യുസ്തഗ്ഫറു അത്വൈറു ഫിൽ ഹവാ. മോളെ, ഈ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷി പറവാദികളുണ്ടല്ലോ, അത് നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഹിതാനു ഫിൽ മാ, വെള്ളത്തിലുള്ള മത്സ്യങ്ങളുണ്ടല്ലോ, ആ മത്സ്യങ്ങൾ നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. സുബ്ഹാനല്ലാഹ്, മത്സ്യം പറയും, അതുപോലെ പക്ഷി പറവാദികൾ പറയും, പടച്ച തമ്പുരാനെ, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാണല്ലോ, 5 നേരം സമയമായാൽ നിസ്കരിക്കുന്ന പെണ്ണാണല്ലോ, നല്ല പെണ്ണാണ്, സ്വാലിഹത്തായ പെണ്ണാണല്ലോ, നീ പുറത്തു കൊടുക്കണേ അല്ല. എന്തെങ്കിലും പോരായ്മകൾ വന്നുപോയാൽ, എന്തെങ്കിലും പാകപ്പിഴകൾ വന്നുപോയാൽ നിനക്ക് വേണ്ടി ഇവകൾ പൊറുക്കലിനെ തേടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ്. നീ നടന്നു പോകുമ്പോൾ ഓരോ മലരിയും പൊന്നുമോളെ നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. വശം സല്ലല്ലാഹു റസൂൽ പറയുന്നു, വൽ മലായികതു ബിസ്സമാ വൽ ഖമറു മാദാമത് ഫീ റിളാ സൗജിഹാ. എന്തിനധികം പെങ്ങളെ, വാനലോകത്തുള്ള മലക്കുകൾ പോലും നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. കാരണം എന്താ? അല്ലാഹുവിനെ അനുസരിക്കാൻ തയ്യാറായി, അല്ലാഹുവിന്റെ ഹബീബിനെ അനുസരിക്കാൻ തയ്യാറായി, നീ നിന്റെ ഭർത്താവിന് തൃപ്തിപ്പെട്ടവളായി. അതുകൊണ്ട് തന്നെ നീ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഓരോ മന്ദിരിയും നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. നിന്റേതായിരിക്കുന്ന സഞ്ചാരം അവർക്കതാ അനുഗ്രഹമാണ്, അവർ സന്തോഷത്തിലാണ്. ഓരോ വൃക്ഷലതാദികളും നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടും, ഓരോ മന്ദിരിയും നിനക്ക് പൊറുക്കലിനെ തേടും. അന്തരീക്ഷത്തിലൂടെ പാറിപ്പറക്കുന്ന പക്ഷിപർവാദികൾ നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. സമുദ്രത്തിന്റെ ആഴിയുടെ ഉള്ളിൽ കഴിയുന്ന മത്സ്യങ്ങൾ നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഇമംറഅത്തുൻ നസത്ത് സൗജുഹാ ഫഅലൈഹാ ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. എന്നാൽ നേരെ മറിച്ച് ഭർത്താവിന്റെ കോപത്തിനിരയായ പെണ്ണ്, 5 നേരം കൃത്യമായി നമസ്കരിക്കാത്ത, അല്ലാഹുവിനെ അനുസരിക്കാത്ത, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കാത്ത പെങ്ങളാണെങ്കിൽ, സഹോദരനാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. ഇതാ നീ നടന്നു പോകുമ്പോൾ മന്ദരികൾ നിന്നെ ശപിക്കുന്നു, അതേ പക്ഷി പറവാദികൾ നിന്നെ ശപിക്കുന്നു, ഈ കാണുന്ന വൃക്ഷലതാദികൾ നിന്നെ ശപിക്കുന്നു. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മൾ പറയൂലേ, ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി എന്ന് പറയും. ഞാൻ മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല, ഈ കാണുന്ന വൃക്ഷലതാദികൾ ശപിക്കുന്നുണ്ട്, ഈ കാണുന്ന ഭൂമി ശപിക്കുന്നുണ്ട് ഇബ്ലീസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ. ഇതുപോലെ അള്ളാഹിനെ അനുസരിക്കാത്ത, അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കാത്ത, ഭർത്താവിനെ വഴിപ്പെടാത്ത പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഈ കാണുന്ന ആകാശവും ഭൂമിയും അതുപോലെ തന്നെ ഈ വൃക്ഷലതാദികളും ഒക്കെയും നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ ജീവിതം എന്തായാലും നമ്മളൊരു യാത്ര പുറപ്പെടണം. നമ്മൾ മരിക്കേണ്ടുന്നവരാണ്. നേരത്തെ ഉസ്താദ് നമ്മുടെ ഇമാമ് പറഞ്ഞതുപോലെ നമ്മൾ യാത്ര പറയേണ്ടുന്നവരാ. എപ്പോഴാ യാത്ര പറയലെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല, എപ്പോഴാ മരിക്കുക. ഇപ്പൊ ഇവിടെ വാത് കേൾക്കാൻ വേണ്ടിയിട്ട്, വിനീതന്റെ വാത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നമുക്കറിയില്ല നമുക്ക് നാളെ ഇവിടെ വരാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് നമ്മളെ തുച്ഛമായ സമയമാണ് നമുക്കുള്ളത്. എന്തെങ്കിലും അത് ഭർത്താക്കന്മാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ സഹോദരന്മാർ, നമ്മളും ശ്രദ്ധിക്കുക. നമ്മുടെ ഭാര്യമാരോട് നമുക്ക് ചില കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. അവരെ ഉപദ്രവിക്കാനും അവരെ ബുദ്ധിമുട്ടിക്കുവാനും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലെ തിരിച്ചും എന്റെ ഭർത്താവ് ചോദിക്കട്ടെ അല്ലെങ്കിൽ ഭാര്യ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കാൻ പാടില്ല. കാര്യം എന്താ, എപ്പോഴാ മരണം എന്ന് പറയാൻ കഴിയില്ല. മരണം എപ്പോഴാണ് പറയാൻ കഴിയില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ പൊട്ടിക്കരഞ്ഞു പോയത് മറ്റൊന്നും ഓർത്തിട്ടല്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയതമനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് തന്റെ പ്രിയതമന്റെ കരങ്ങൾ പിടിച്ച് തന്റെ മുഖത്തോട് ചേർത്ത് വെച്ചിട്ട് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് വിളിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ഫാത്തിമ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ അവരെത്തീമായി പോകുമെന്നുള്ള പ്രയാസമല്ല, അവർക്ക് ഉമ്മ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പ്രയാസമല്ല. എനിക്കുള്ള പ്രയാസം എന്താണെന്നറിയോ? അലി തങ്ങളെ, എന്നിൽ നിന്ന് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടോ? എന്തെങ്കിലും പൊരുത്തക്കേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ, എനിക്ക് മാപ്പ് തരണേ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് എന്നെ അവിടെ നിന്ന് പിടിച്ചു നിർത്തരുത് കേട്ടോ. ഭർത്താവിനോടുള്ള കടമ നിർവഹിക്കാത്തവരാണ് ഈ ഫാത്തിമ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തരുത്. ഇത് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ അലി തങ്ങളതാ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചാരത്തിരുന്നു കൊണ്ട് കണ്ണുനീര് വാർത്തുകൊണ്ട് പറയുകയാണ്, ഓ ഫാത്തിമ, വിരൂപിയായ അതേ പാപപ്പെട്ട മിസ്കീനായ എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മോളെ അല്ലാഹുവിന്റെ റസൂല് കെട്ടിച്ചു തന്നു. പ്രവാചകൻ സ്വർഗ സ്ത്രീകളുടെ നേതാവാണ് അവിടെ നിന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫാത്തിമ എന്റെ പ്രിയതമയായി നാളുകൾ എത്രയോ കഴിഞ്ഞു കടന്നു. എന്നാൽ എനിക്കുള്ള സങ്കടം, എന്നിൽ നിന്ന് എന്തെങ്കിലും പൊരുത്തക്കേട് ഫാത്തിമ നിനക്ക് വന്നിട്ടുണ്ടോ? നീ വേദനിച്ചാൽ അതെന്റെ ഹബീബിന്റെ വേദനയാണെന്ന് എനിക്കറിയാം. നിന്നെ വേദനിപ്പിച്ചാൽ അത് എന്റെ ഹബീബിനെ വേദനിപ്പിക്കുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഫാത്തിമ, എന്തെങ്കിലും പൊരുത്തക്കേട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ടുപേരും മാപ്പ് ചോദിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞവരാണ് ഫാത്തിമത്ത് സുഹ്റാ റളിയല്ലാഹു അൻഹയെങ്കിൽ എന്റെ പെങ്ങളെ, നമ്മളും മരണപ്പെടേണ്ടുന്നവരാണ്. നാളെ
നാളെ സ്വർഗ സ്ത്രീകളുടെ നേതാവെന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച ഫാത്തിമയോടൊപ്പം നാളെ നമുക്ക് സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഭർത്താവിന്റെ തൃപ്തി ഉണ്ടെങ്കിലേ മതിയാകൂ. ഭാര്യയുടെ തൃപ്തിയും പൊരുത്തവും നിനക്കും വേണം. ആ ഭാര്യയോടുള്ള കടമ നീ പാലിച്ചേ മതിയാകൂ. അതല്ലെന്ന് കണ്ടാൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയും, എന്റെ കൽപ്പന അനുസരിക്കാത്തവനാണ് ഇവൻ, മാറി നിൽക്കട്ടെ, ഇവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ വലിച്ചുകൊണ്ട് ദൂരത്തേക്ക് പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതം അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ, തൃപ്തിപ്പെട്ട രീതിയിലായിരിക്കണം. ഈ ദാമ്പത്യ ജീവിതം നമുക്ക് അള്ളാഹു അനുഗ്രഹിച്ചരുളിയതാണ്. കാരണം ഇതുകൊണ്ട് നമ്മളെ അള്ളാഹു നന്നാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇല്ലാതാക്കാനല്ല, നന്നാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ രാജസയ്യിദായ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന റജുല ഇദാ നദറ ഇലാ ഇംറഅതിഹി വ നദറത ഇലൈഹി നദറല്ലാഹു ഇലൈഹി മാ നദറത റഹ്മത്തിൻ. ഒരു പെണ്ണ് തന്റെ ഭർത്താവും അവർ തമ്മിൽ ഒന്ന് നല്ലതുപോലെ സന്തോഷത്തോടു കൂടി ഒന്ന് മുഖത്തേക്ക് നോക്കി. ഇദാ നദറ ഇലാ ഇംറഅതിഹി, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് സന്തോഷത്തോടു കൂടി നോക്കി. വ നദറത ഇലൈഹി, അതുപോലെ തന്നെ ഭാര്യ തന്റെ ഭർത്താവിന്റെ മുഖത്തേക്കും സന്തോഷത്തോടു കൂടി നോക്കി. എന്നാൽ നദറല്ലാഹു ഇലൈഹി മാ നദറത റഹ്മത്തിൻ, അല്ലാഹുവിന്റെ റഹ്മത്ത്, പടച്ച തമ്പുരാന്റെ റഹ്മത്ത് അവരിൽ അല്ലാഹു ചൊരിയുന്നതാണ്. അല്ലാഹു അവന്റെ കരുണയോടുകൂടിയുള്ള നോട്ടം അവരിലേക്ക് അല്ലാഹു നോക്കുന്നതാണ്. ഫഇദാ അഖദ ബികഫിഹാ, തന്റെ ഇണയുടെ കരങ്ങൾ, തന്റെ കൈയിൽ തന്റെ ഇണയുടെ കരങ്ങൾ ഇങ്ങനെ കോർത്ത് പിടിച്ചാൽ അല്ലാഹു റസൂൽ പറഞ്ഞു, തസാഖതത ദുനൂബുഹുമാ ഫീ ഖിലാലി അസാബിഹിമാ, അവരുടെ ഈ വിരലിന്റെ ഇടയിലൂടെ അവർ ചെയ്ത പാവങ്ങൾ കൊഴിഞ്ഞു പോകുന്നു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്റെ സഹോദരന്മാരെ, പെങ്ങന്മാരെ, അതുകൊണ്ട് നമ്മളെല്ലാവരും നല്ലൊരു ദാമ്പത്യ ജീവിതം, നമ്മളിൽ നിന്ന് ഇന്ന് വരെ എന്തെങ്കിലും വൈഷമ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നമ്മുടെ ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരിൽ നിന്ന് ഭാര്യയ്ക്കോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഇന്നത്തെ വഅദിന്റെ ഇതിനോടനുബന്ധമായി നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു നാണക്കേട് നമ്മൾ വിചാരിക്കേണ്ട, അതിലൊരു വെറുപ്പും നമുക്ക് ഇത് ആഖിറത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാകണം. നമുക്ക് ദുനിയാവല്ല വലുത്, നമുക്ക് നാളെ രക്ഷപ്പെടണം. അതുകൊണ്ട് പരസ്പരം കൂടെ വന്ന് പൊരുത്തം ചോദിക്കൽ നല്ലതാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പൊരുത്തം ചോദിച്ചുകൊണ്ട് നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങൾ നമ്മൾ ഊട്ടി ഉറപ്പിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനായ കൃപയുള്ള തമ്പുരാനെ, പാപികളും അഗതികളും അടിയാറുകളുമാകുന്ന ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണേ അല്ലാഹ്. റഹ്മാനായ കൃപയുള്ള നാഥായി പാതിരാ സമയം റഹ്മാനെ, നിന്റെ നാമങ്ങൾ പറഞ്ഞ നാവുകൊണ്ട്, നിന്റെ ഹബീബിന്റെ നാമങ്ങൾ പറഞ്ഞ നാവുകൊണ്ട് യാചിക്കുന്നു അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളുടെ ഓരോരുത്തരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ തമ്പുരാനെ. ഒരുപാട് ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് തമ്പുരാനെ, അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ തമ്പുരാനെ, തടസ്സങ്ങൾ നീക്കണേ തമ്പുരാനെ. റഹ്മാനായ കൃപയുള്ള തമ്പുരാനെ, ഈ ഇൽമിന്റെ മജ്ലിസിലേക്ക് വന്നിരുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ ഹലാലായ മുറാദുകളും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ കൃപയുള്ള അല്ലാഹ്, ഒരുപാട് രോഗികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് തമ്പുരാനെ, രോഗത്തിന് ശമനം നൽകണേ അല്ലാഹ്, ശമനം നൽകണേ അല്ലാഹ്. നീയാണ് ഷാഫി അല്ലാഹ്, നീയാണ് കാഫി തമ്പുരാനെ. നീ അറിയാതെ ഒരു രോഗവും വരുന്നില്ല അല്ലാഹ്, നീ നിശ്ചയിക്കാതെ ഒരു മരുന്നിനും ശിഫാ നൽകാൻ കഴിയില്ല തമ്പുരാനെ. റഹ്മാനെ, ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ്. റഹ്മാനായ കൃപയുള്ള തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ട പലരുമുണ്ട് തമ്പുരാനെ. ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, ഉപ്പുപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, മശായിഖന്മാരുണ്ട്. റഹ്മാനെ, ഇവിടെ ഖബറുകളെ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗീയ ആരാമങ്ങളാക്കണേ അല്ലാഹ്, സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ കൃപയുള്ള തമ്പുരാനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, അവർക്ക് ഓർമ്മശക്തിയും കൂർമ്മബുദ്ധിയും നൽകണേ അല്ലാഹ്. പഠന മേഖലകളിൽ ഉന്നതമായ പടവുകളിൽ കടന്നു ചെല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്.
റഹ്മാനായ കൃപയുള്ള തമ്പുരാനെ നാഥാ ഞങ്ങളുടെ ഓരോരുത്തരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ല. അസൂയാലുക്കളുടെ അസൂയകളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ല. കണ്ണേറുകാരുടെ കണ്ണേറുകളിൽ നിന്ന് കാക്കണേ അല്ല. കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് കാക്കണേ അല്ല. ചതിയന്മാരുടെ ചതികളിൽ നിന്ന് കാക്കണേ അല്ല. സർവമാന സിഹറുകാരുടെ സിഹറുകളിൽ നിന്ന് കാക്കണേ അല്ല. ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ ദുആ കബൂലാക്കണേ അല്ല. റഹ്മാനായ കൃപയുള്ള തമ്പുരാനെ ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ നീ ഐശ്വര്യ സമ്പൂർണമാക്കണേ അല്ല. കൂടുതൽ സ്നേഹത്തിലും മമതയിലുമാക്കണേ അല്ല. റഹ്മാനെ ഭദ്രതയിലും ഐക്യത്തിലുമാക്കണേ അല്ല. മാതൃകാപരമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല. റഹ്മാനെ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും പൊരുത്തക്കേടുകൾ റഹ്മാനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല. റഹ്മാനെ അത് കാരണമായി ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്നവരിലാക്കല്ലേ അല്ല. റഹ്മാനെ നിന്നെ അനുസരിച്ചുള്ള ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ അല്ല. റഹ്മാനായ കൃപയുള്ള തമ്പുരാനെ നാദാ ഈ പുറച്ചവനെ ഇതിന്റെ കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ ഇതിന്റെ സഹപ്രവർത്തകർ ഇവിടെ ഒരുമിച്ച് കൂടി എനിക്ക് വേണ്ടപ്പെട്ട പലരുമുണ്ട് തമ്പുരാനെ. റഹ്മാനെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ല. റഹ്മാനായ കൃപയുള്ള തമ്പുരാനെ നാദാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരുമുണ്ട് തമ്പുരാനെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. റഹ്മാനെ അവരുടെ ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ല. ഞങ്ങളെ സഹായിച്ചവരുണ്ട്, ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട്, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. റഹ്മാനെ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ അല്ല. ബർക്കത്ത് നൽകണേ അല്ല. ആഫിയത്ത് നൽകണേ അല്ല. ബിഹഖി സയ്യിദുൽ കൗനൈനി യാ അർഹമർ റാഹിമീൻ. الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي أنت أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبطهي والحبيب العربي ارتكبت على الخطأ غير حسر وعذاب لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبطهي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضايا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبطهي والحبيب العربي